ഹലോ മക്കളെ, ഈ വർഷം 3-ൽ നിന്ന് 4-ലേക്ക് എത്തിയ കുട്ടികൾക്കുള്ള ഒരു സുവർണ അവസരത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ. നിങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം LSS കിട്ടിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കിട്ടുന്ന അനുമോദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ വർഷം നിങ്ങൾക്കും LSS നേടിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കൂടുതൽ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് LSS എഴുതുന്നതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് LSS എക്സാം എഴുതാൻ അവസരമുള്ളത്. കേരള സിലബസ് ആയിരിക്കും, സ്റ്റേറ്റ് സിലബസ് വേണം അവർ പഠിക്കാൻ. CBSE സിലബസിലുള്ള കുട്ടികൾക്ക് LSS എഴുതാൻ പറ്റില്ല. അരക്കൊല്ല പരീക്ഷയിൽ ഫുൾ A ഗ്രേഡ് നേടിയ കുട്ടികളെയാണ് LSS എക്സാം എഴുതാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. പക്ഷേ മിക്ക സ്കൂളുകളിലും LSSൻ്റെ ട്രെയിനിങ് നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് കാക്കൊല്ല പരീക്ഷയിൽ ഫുൾ A ഗ്രേഡുള്ള കുട്ടികളെയാണ് ട്രെയിനിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുക. സോ ഈ പരീക്ഷ എഴുതുന്നതിന് പരീക്ഷ ആവുമ്പോൾ പഠിച്ചാൽ പോരാ, ഇപ്പം മുതലേ നന്നായി പഠിച്ച് ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും ഒക്കെ നന്നായിട്ട് പഠിച്ച് ഫുൾ A ഗ്രേഡ് വാങ്ങണം. ഇനി എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയാം. രാവിലെയും ഉച്ച കഴിഞ്ഞുമായിട്ട് 2 പേപ്പേഴ്സാണ് എക്സാമിനുള്ളത്. പേപ്പർ 1-ൽ 3 വിഷയങ്ങളാണുള്ളത്: മലയാളം, ഇംഗ്ലീഷ്, GK. മലയാളം 20 മാർക്കിനും ഇംഗ്ലീഷ് 10 മാർക്കിനും GK 10 മാർക്കിനും, അങ്ങനെ ടോട്ടൽ 40 മാർക്കിനാണ് പേപ്പർ 1. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാവും, പക്ഷേ എക്സാം പാറ്റേൺ കുറേയൊക്കെ സിമിലർ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുള്ള വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സിൽ വീഡിയോ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും നോക്കിക്കോളൂ. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ആവശ്യമുള്ളവർ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ കൂടുതൽ ചോദ്യങ്ങളും കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്തരത്തിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ സമാന അർത്ഥം, ശരിയായ പദം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. പിന്നെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കവിത തന്ന് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളും കാണാറുണ്ട്. അതുകൂടാതെ 1 വേർഡ് ആയിട്ടല്ലാതെ ലോങ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കാണാറുണ്ട്. ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാനായിരുന്നു ചോദ്യം. അഥവാ നിങ്ങൾക്ക് സ്ഥലം തികയാതെ വന്നാൽ വേറെ പേപ്പർ ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ പേപ്പറിലും കൂടി എഴുതാൻ അവസരമുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ ചോദ്യം വന്നിരുന്നു. ഇങ്ങനെ 1-2 ചോദ്യങ്ങൾ കുറച്ച് ലോങ് ആയിട്ട് ആൻസർ എഴുതാൻ ചോദ്യം വന്നേക്കാം. പിന്നെ ഇംഗ്ലീഷിൽ മലയാളം 20 മാർക്കിനാണ്, ഇംഗ്ലീഷ് 10 മാർക്കിനാണ്. ഇംഗ്ലീഷിലും സിമിലർ വേർഡ്സൊക്കെ അല്ലെങ്കിൽ ലെറ്റേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് വേർഡ്സ് ഉണ്ടാക്കാൻ, ഏതെങ്കിലും ലെറ്റേഴ്സ് വിട്ട് തന്നിട്ട് അത് ഏത് വേർഡാണെന്ന് കണ്ടെത്താൻ, അങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൂടാതെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെയുള്ള പോലെ ഒരു 3 മാർക്കിനോ 5 മാർക്കിനോ ഉള്ള കുറച്ചൊരു വലിയ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ബാക്കിയൊക്കെ കൂടുതലും 1 വേർഡാണ്. ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ഉണ്ടാവും, ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ കാണുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ ആണ്. ബാക്കിയൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമതായിട്ട് പേപ്പർ 1-ലുള്ളത് GK ആണ്, പൊതുവിജ്ഞാനം. ഇത് 10 മാർക്കിൻ്റെ 10 GK ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മിക്ക ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ GK എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ പേപ്പർ 1-ൽ ചോദിച്ചിരുന്നത്. ഇനി പേപ്പർ 2 പരിചയപ്പെടാം. ഇത് കഴിഞ്ഞ വർഷത്തെ LSSൻ്റെ പേപ്പർ 2 ആണ്. പേപ്പർ 1 പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടാം. പേപ്പർ 2-ൽ EVS-ഉം മാത്സും ആണ് ഉണ്ടാവുക. EVS 20 മാർക്കിനും മാത്സും 20 മാർക്കിനും, അങ്ങനെ ടോട്ടൽ 40 മാർക്കിന്. ആകെ 80 മാർക്കിനാണ് LSS പരീക്ഷ. പേപ്പർ 1-ലും പേപ്പർ 2-ലുമായിട്ട് 40 മാർക്ക് വീതം. ഇതിൽ 48 മാർക്ക് കിട്ടുന്ന കുട്ടികളാണ് പരീക്ഷയിൽ പാസ്സാവുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ മാതൃകകൾ കാണാം. ആവശ്യമുള്ളവർ ക്വസ്റ്റ്യൻ പേപ്പർ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളതും അതിന് കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ്
പരിസര പഠനത്തിൽ കൂടുതലായിട്ട് വരാറുള്ളത്. പിന്നെ ദിശ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്തവണ പുതിയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാവും പ്രതീക്ഷിക്കാവുന്നത്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും തുടക്കം മുതലേ നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കണം. പിന്നെ EVS കഴിഞ്ഞാൽ മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മാത്സിൽ ചുറ്റളവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ കാണാം. പിന്നെ ഗുണനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടുതലായിട്ടും വരാറുണ്ട് പരീക്ഷയ്ക്ക്. അത് ക്രിയ ചെയ്യാനുള്ള വഴി മനസ്സിലാക്കി ക്രിയ ചെയ്യാനുള്ള ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള പാറ്റേൺ ബേസ്ഡും അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങളും കാണാറുണ്ട്. പിന്നെ ആകെ കൂട്ടിത്തുക കാണാനും കുറയ്ക്കാനും ഒക്കെയുള്ള സമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇത്തവണ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് മാറ്റങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ദൂരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അളവുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ മാത്സിൽ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം പാറ്റേൺ പറഞ്ഞു. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. ടോട്ടൽ 80 മാർക്കിനാണ്. 40 മാർക്ക് വീതം 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ. 48 മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കാണ് LSS സ്കോളർഷിപ്പിന് ക്വാളിഫൈ ആവുന്നത്. കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 27-നാണ് ലാസ്റ്റ് ടൈം എക്സാം നടന്നത്. ഏകദേശം മെയ്യോടുകൂടി റിസൾട്ട് വന്നു. പിന്നീട് റിവാലുവേഷൻ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ ഉണ്ടാകുക. അപ്പോൾ ഇത്തവണയും ഒരു ജനുവരി ടൈമിൽ LSSന് അപ്ലൈ ചെയ്യാനും ഫെബ്രുവരിയോടുകൂടി തന്നെ എക്സാം നടക്കാനുമാണ് സാധ്യത. ഓൾമോസ്റ്റ് നിങ്ങളുടെ മുഴുവൻ സിലബസും എക്സാമിന് സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണയും അത് തന്നെ പ്രതീക്ഷിക്കണം. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ ഓവർലോഡാവും. തുടക്കം മുതലേ എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള LSS ബേസ്ഡ് ക്ലാസ്സുകളും പാഠങ്ങളുടെ സമ്മറിയൊക്കെ നമ്മൾ ചാനലിലിടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ്, ഏതൊക്കെ പോർഷൻസ് ആണോ ക്ലാസ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഉടനെ എത്തും. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. എല്ലാവരും അതുവരെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.